ഇതിങ്ങനെ ആവുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ അതിന്റെ ടേസ്റ്റ് ഇത്ര മാത്രമേ ഉണ്ടാവുന്നുള്ളത്. ആ നാരങ്ങന്റെ ലൈറ്റ് പുളി ഇങ്ങനെ വരുന്നുണ്ട്, നല്ല മധുരം കിട്ടുന്നുണ്ട്, വേറെ എന്തോ ഒരു ഫ്ലേവറും കൂടി വരുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവണില്ല. നമ്മള് ചൂടത്ത് വന്നാല് കുടിച്ചാൽ നമുക്ക് മൊത്തല്ലാവും. അല്ല എന്താ നോൽമ്പൊക്കെ ആയില്ലേ, നമ്മളെ സ്പെഷ്യൽ ഡിഷസ് ഒന്നും ഇല്ലേ? ഞാനിതാ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായി നോമ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പിന്നിലാവാൻ പാടില്ല. ഗ്രാസ് ബോളിൻ്റെ ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റുമോ, ഫുഡ് വീഡിയോ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ്. നോമ്പ് തുറക്കി ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ നല്ല കഠിനമായിട്ടുള്ള വേനലാണ്, നല്ല എന്തായാലും ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നല്ല 2 തരം വെറൈറ്റി ഡ്രിങ്കുകളാണ് കേട്ടോ. അതിന് പ്രധാനപ്പെട്ടത് വേണ്ടത് എന്താ വെച്ചാൽ മത്തങ്ങയാണ്. മത്തങ്ങ, ആപ്പിളും പിന്നെ ഇതാ ക്യാരറ്റും ബീട്രൂട്ടും. ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് മത്തൻ തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട്, ക്യാരറ്റ് ഇതാ 2 എടുത്ത് തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൂടി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കളർഫുൾ വെജിറ്റബിൾസിനൊക്കെ ഇതാ കട്ട് ചെയ്തു. ഇനി കുക്കറിലേക്ക് മാറ്റണേ. കൂടതാ നല്ല അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതാ 4-5 ഏലക്കായും കൂടി ചേർത്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു പരീക്ഷണമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യത്തേത് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാവും എന്നുള്ളതൊക്കെ എനിക്ക് അറിയാം. രണ്ടാമത്തത് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും കുടിച്ച് നോക്കിയിട്ട് ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഉണ്ടാക്കണോ വേണ്ടതെന്ന്. അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്കിലേക്ക് പോവാം. ഈ രണ്ടാമത്തെ ഡ്രിങ്കിലേക്കാണ് നമുക്ക് മത്തങ്ങയും ആപ്പിളും ആവശ്യം കേട്ടോ. വേറെ 1-2 ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ മത്തങ്ങ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആപ്പിളും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് മുറിച്ചിട്ട് നമുക്ക് വേറെ പണി ചെയ്യാണ്ട്. മത്തങ്ങ ഞാൻ കൂടുതലൊന്നും എടുക്കണില്ല കേട്ടോ. കാരണം ഇത് വേവിക്കണമൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു പച്ചച്ചവ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. നമ്മളിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കണേ. ആപ്പിളിനെ ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതും കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതിലേക്ക് അരിഞ്ഞിടാം. ഇതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം, ഏലക്കായൻ്റെ കുരു ഇട്ടെടുക്കാം, കുറച്ച് ചെറുനാരങ്ങ നീര് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ടോന്ന് കാണിച്ചു തരാം കേട്ടോ. അടിച്ചെടുത്ത ജ്യൂസിനതാ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ആഹാ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളറ്. ഇത് നാച്ചുറൽ കളറാണല്ലോ, നമ്മളിതിലൊന്നും കൂട്ടിയിട്ടില്ലല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ കുടിക്കുമ്പോൾ എന്താണാവോ എന്തോ. നമ്മളെ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒക്കെ ഒരു കളറ്. ഇനി ഇത് നല്ല തണുപ്പ് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ വെച്ചതൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പണി കൂടി ചെയ്യാണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിലേക്കിട്ടെ ഇതാ നമ്മളെ കുക്കറിലിട്ടേന്ന ഐറ്റം നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി കിട്ടണം. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളത്തോട് കൂടി അങ്ങോട്ട് മാറ്റാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നല്ല ചില്ലായി നിൽക്കണ കട്ട പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടകളൊക്കെ എവിടെ? ആ ചാട്. ആ മധുരം വേണമല്ലോ, പഞ്ചസാര ആവാം ആവശ്യത്തിന്. നല്ല തണുത്ത് നിൽക്കണവന്മാരെ വേഗം നമുക്ക് അടിച്ച് കറക്കി കൊണ്ടുവരാം. അങ്ങനെ കണ്ടോ, നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സംഭവം കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറിട്ട് ഒരു പ്രത്യേക കളറ്. നമ്മൾ ആ ഒരു ബീട്രൂട്ടും ക്യാരറ്റും മത്തനും എല്ലാം കൂടിയുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ വേഗം പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതിന് നമുക്ക് നേരിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. പക്ഷേ 1-2 മിനുക്ക് പണികളും കൂടി ചെയ്യണം. നല്ല സ്മൂത്തി. അപ്പോൾ എന്താ ചെയ്യാനുള്ള വെച്ചാൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പിനെ ഇങ്ങനെ ഇതിൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണമല്ലോ. ഇനി ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേന്ന കസ്കസിനെടുത്തതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ താഴത്തേക്ക് താഴ്ന്നു പോയില്ലേ, മുകളിലേക്ക് പൊങ്ങണം. എന്താ ചെയ്യുക, നമുക്കിതിരിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് രണ്ടും സെറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തത് സെറ്റ് ചെയ്യാം കേട്ടോ, നമ്മളെ പരീക്ഷണ വസ്തു. അപ്പോൾ അതിനേലും ഞാനിതാ കസ്കസാണ് ഫസ്റ്റ് ഇടാൻ പോണ ഗ്ലാസ്സിലേക്ക്. ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തണുത്തിട്ടുള്ളൂ, നല്ല പോലെ തണുക്കണം. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം കുറച്ച് തണുപ്പിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. നമുക്ക് കുടിക്കാനായിട്ട് ഒന്നാമത്തെ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം.
വീട്ടിൽ കുറച്ച് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് വെക്കണതേ. ഇനി ഇല്ലാച്ചിട്ട് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്. ഉണ്ടെങ്കിൽ വെച്ചോണ്ടു. നോക്കന്നാ നിന്നാ ആദ്യം ഏതാ ഈ കുടിക്കുന്നത്? അതല്ല മറ്റേത് കുടിക്കും. ഇതെന്താ ഐസ്ക്രീം അലിഞ്ഞു അതാണ്. ഇതിന്റെ ടേസ്റ്റ് ഏറെക്കുറെ എനിക്ക് അറിയാം. ഇത് കണ്ടിട്ട് നല്ലോണം കുടിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. എന്താ അറിയില്ല, പക്ഷെ ഇത് എന്താ ഇപ്പം കാണാനൊക്കെ രസമുണ്ട്. പക്ഷെ ഇതാ പച്ചക്കൊക്കെ കൊറേ സാധനങ്ങളൊക്കെ വാരിട്ടില്ല. ദൈവേ, അയ്യോ കുടിച്ചോക്കാ. കുടിച്ചോക്ക്. ഓ നല്ല നല്ല റിഫ്രഷ്മെന്റ് ഇട്ടുണ്ട്. സത്യം മത്തൻ ചാക്കിണ്ടോ? മത്തനോ? മത്തൻ ഇത് ഇട്ടായിട്ട് തോന്നുന്നില്ല. മത്തൊന്നും ഇട്ടില്ല തോന്നുന്നു. ആ നാരങ്ങേന്റെ ലൈറ്റ് പുളി ഇങ്ങനെ വരുന്നുണ്ട്, നല്ല മധുരം കിട്ടുന്നുണ്ട്, വേറെ എന്തോ ഒരു ഫ്ലേവറും കൂടി വരുന്നുണ്ട്. എന്താന്ന് മനസ്സിലാവണില്ല. മത്തനൊന്നല്ല, രുചായി ഒരു ചോയൊക്കെ ഉണ്ടാവും വിചാരിച്ചിരുന്നു. അങ്ങനൊന്നുമില്ല, നല്ല റിഫ്രഷ്മെന്റ് ഇട്ടുണ്ട്, നല്ല തണുപ്പിച്ചാണ്ടല്ലോ. ഇതിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതിയായിരുന്നു. ഇപ്പൊ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ് ഒന്നും വെക്കില്ല, കാരണം ചിന്നുവിന് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന ഉണ്ടാവണോണ്ടേ ഐസ് വെള്ളം ഒന്നും വെക്കില്ലേ ഫ്രിഡ്ജിൽ. നമ്മള് ചൂടത്ത് വന്നാല് കുടിച്ചാൽ നമുക്ക് മൊത്തല്ലാവും. ഇത് സാധനം പൊള്ളിയട്ടോ, ഇത് ദൈവയ്ക്ക് ഇഷ്ടായി. ഞാൻ പറഞ്ഞില്ല, തീർത്തൊരു പരീക്ഷണം തന്നെ ആയിരുന്നു. കാരണം പച്ച മത്തനാണ്, എന്താവും ഇതിന്റെ അവസ്ഥ. പച്ചക്ക് മത്തൻ കഴിക്കുമ്പോ തന്നെ അതൊരു ഇത് കുടിച്ചു തീർത്ത്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഇതാ ആയതുകൊണ്ട് ഞാൻ എനിക്ക് എങ്ങനെയൊക്കെയാവും. പിന്നെ ആപ്പിൾ ടേസ്റ്റ് ഉണ്ടോ? ഓർമ്മയില്ല. ഞാൻ എന്താ പറയുക ആപ്പിൾ ചേർക്കാൻ കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് വെറും മത്തനും ചെറുനാരങ്ങി മാത്രം ഒഴിക്കാനും. അപ്പൊക്കെ വിചാരിച്ചു ചിലപ്പോൾ അതെന്തായാലും ആ ഒരു ഫ്ലോപ്പ് ആവും, എന്തിനാ നമ്മൾ സാധനം വെറുതെ എടുത്ത് കളയണു. അപ്പൊ ഒരു ആപ്പിളും കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് അതായിരിക്കും കുറച്ചും കൂടി ആ ഒരു പ്രീമിയം ടേസ്റ്റ് വന്നതെന്ന്. അതായത് ആപ്പിളിന്റെ ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ടേസ്റ്റ് അല്ല, എന്നാലോ ഈ മത്തൻ്റെ ഒരു ഫീൽ അങ്ങനെ. ഇപ്പം നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഒക്കെ അടിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവില്ലേ ക്യാരറ്റിൻ്റെ ചോയ, പക്ഷെ കുടിക്കുമ്പോൾ വേറെ നല്ല ടേസ്റ്റ് അല്ല പുഴുങ്ങിയാണ്ട് കഴിക്കുമ്പോൾ. അതേപോലെ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക വീട്ടിലേക്ക് വരുന്നവർക്ക്. ഒരിക്കലും പറയൂല ഇത് മത്തനാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും വിശ്വസിക്കൂല. പൊയ്ക്കായിരുന്നു ഇതിങ്ങനെ ആവുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതിന്റെ ടേസ്റ്റ് ഇത്ര മാത്രമേ ഉണ്ടാവും എന്നുള്ളത്. ഇതിന്റെ ടേസ്റ്റ് പിന്നെ എന്തായാലും ഏകദേശം നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ആ പുഴുങ്ങിയൊക്കെ കാരണം നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിരുന്നു, അതിലേക്ക് മത്തനും ആഡ് ചെയ്തു, ബീട്രൂട്ട് ആഡ് ചെയ്തു, അത്ര. പിന്നെ ഐസ്ക്രീം ഉണ്ടായി പെട്ടു എന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ അവസ്ഥ? എങ്ങനെ ടേസ്റ്റിയാ? കുഴപ്പമില്ല. നമ്മളെ ഷെയ്ക്ക് കുടിക്കണം ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? ആ പാലൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലും മത്തൻ്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. അതെന്തായാലും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ട്, കാരണം നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ടേസ്റ്റിൻ്റെ സംഭവം. ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടും എനിക്ക്. പക്ഷെ ഇതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇതിലേറെ കുറച്ചുകൂടി ലീഡ് ചെയ്തിട്ട് ഇതാണെന്ന് തോന്നുന്നത്. കാരണം എന്താ പറയുക, നമ്മൾ ഈ ചൂട് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുടിച്ച ഒരു ഫീല് കിട്ടുന്നത് ഈ നമ്മൾ ആദ്യം കുടിച്ച ഒരു റിഫ്രഷ്മെന്റ് ഇല്ല. അതായത് അധികം ഇത് കുറച്ചും കൂടി ഒക്കെ വെള്ളം ചേർക്കട്ടെ വേണമെങ്കിൽ. ഞാൻ എന്താ അറിയില്ല, എനിക്ക് ഇതിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ നീട്ടി ഡൈലൂട്ടൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോഴേക്ക് എന്താ പറയാനുള്ള വെച്ചാൽ ഈ നോമ്പിനും ഇതേ ചൂടത്തും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള 2 ഡ്രിങ്കുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നല്ല പ്രതീക്ഷ ഉണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കൂടി പറയുന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയ അഭിപ്രായം പറയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. അപ്പോഴാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നല്ല വ്യത്യസ്തമായിട്ടുള്ള വേറെ വീഡിയോസായിട്ട് ഞങ്ങൾ വേഗം വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ടാറ്റാ. ഫുള്ള് കുടിച്ച് തീർത്തോ? ഇതൊരു മൊത്തം കുടിച്ചപ്പോഴേ വേറെ ഏറെക്കുറെ നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 അത് കുടിച്ചോ. നല്ല ടേസ്റ്റ്.